ചോദ്യം പറയാം, അതല്ല ശരി. CPIയുടെ നിർബന്ധം കൊണ്ടാണ് പിണറായി സർക്കാർ ഈ ധാരണാപത്രം ഒപ്പിട്ട ശേഷം തുടർ നടപടികളായി മുന്നോട്ട് പോകാതിരുന്നത്. അങ്ങനെയല്ല. ഈ PMC പദ്ധതി സംബന്ധിച്ച് ഇടതുപക്ഷ പാർട്ടികളുടെ അപ്പോഴും ഇപ്പോഴുമുള്ള ഒരു പ്രഖ്യാപിത നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാറുള്ളത്. പിന്നെ ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അതിനകത്തിരിക്കുന്ന കക്ഷികൾ തമ്മിലുള്ള ആശയ സംവാദങ്ങൾ, തർക്കങ്ങൾ, പരസ്പരമായ കൂടിക്കാഴ്ചകൾ, വിനിമയങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നടക്കും. പക്ഷെ ആത്യന്തികമായി ഓരോ പാർട്ടിയുടെയും രാഷ്ട്രീയമാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ആ നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇരു പാർട്ടികളുടെയും അല്ലെങ്കിൽ മുന്നണിയുടെയും ആകെയും ഒരു കാഴ്ചപ്പാടിൻ്റെ ഫലമായിട്ടാണ് MOUവിൽ നിന്ന് പിൻവാങ്ങിയത്. MOUവിൽ നിന്ന് പിൻവാങ്ങാനുള്ള നിയമപരമായ അവകാശമുണ്ട്. MOU ഏകപക്ഷീയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ 25th ക്ലോസ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന, അതായത് മിനിഞ്ഞാന്ന് 29-ാം തീയതി കിട്ടിയിരിക്കുന്ന ഉത്തരങ്ങളും വളരെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് കേരളത്തെ അല്ല ജനങ്ങളെ ആകെ UDF വഞ്ചിച്ചു എന്നതാണ് ഈ പുതിയ ഇന്നലത്തെ പ്രഖ്യാപനത്തിലൂടെ വെളിവാകുന്നത്. ഈ രണ്ട് മറുപടികൾ ലഭിച്ചിരിക്കുന്നത് UDF എംപിമാർക്കാണ്. UDF എംപിമാർക്ക് സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നത്. കാരണം നിങ്ങൾ തന്നെ പ്രസ്തുതിക്കുന്നത് UDF എംപിമാരുടെ മറുപടി വെച്ചാണല്ലോ. ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് ജെബി മേത്തന്റെ ഡൽഹിയിലുള്ള ഒരു നേതാവുമായിട്ട് താല്പര്യം ഇഷ്ടമുള്ളതാണ്. അല്ല, ഞാൻ ഈ UDF എംപിമാർക്കോ LDF എംപിമാർക്കോ കിട്ടിയ എന്നതിനപ്പുറത്തേക്ക് നമ്മളൊരു വസ്തുത വെച്ച് സംസാരിക്കുമ്പോൾ ഉത്തരങ്ങളെന്ന് പറയുന്നത് പബ്ലിക് ഡൊമൈനിലുള്ള പാർലമെൻറ്റിൻ്റെ സ്വത്താണ്. ആ മറുപടി എനിക്കും ബാധകമാണ്, ചോദിച്ച എംപിമാർക്കും ബാധകമാണ്. ഞാൻ ഇതേ ചോദ്യം 2024 നവംബർ മാസം ചോദിച്ചതാണ്. എൻ്റെ ഓർമ്മ 24/11/2024. കാലാകാലങ്ങളിലുള്ള കേരളത്തിലെ എംപിമാർ, അത് LDF ആവട്ടെ UDF ആവട്ടെ, ഈ ചോദ്യങ്ങൾ അതത് സന്ദർഭങ്ങളിൽ ചോദിക്കുന്നതാണ്. ഉത്തരങ്ങളിലും വലിയ വ്യത്യാസം ഉണ്ടാവാറില്ല. ഇത്തവണ ഇതൊരു നിയോഗം കണക്കെ UDF എംപിമാരുടെ ചോദ്യമായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വസ്തുത ഒന്നാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ പദ്ധതി നടപ്പാക്കിയിട്ടില്ല. MOU ഒപ്പിട്ടെങ്കിലും റദ്ദാക്കാനുള്ള കത്ത് കൊടുത്തു. MOU റദ്ദാക്കാൻ കഴിയുന്നതാണ്, നിയമപരമായ മാർഗമുണ്ട്. ഈ MOU എന്ന് പറയുന്നതിനകത്ത് തന്നെ ചില നിയമവിരുദ്ധമായ ക്ലോസസ് ഉണ്ട്. ഇതാണ് വസ്തുത. ഇതെല്ലാം ഉണ്ടായിരിക്കവേ ഇവിടെ പിന്നെ ലോകത്തിൽ ഈ മുസ്ലിം ലീഗ് ഉണ്ടായത് തന്നെ ഈ PMC അവസാനിപ്പിക്കാനാണ് എന്ന മട്ടിൽ പ്രചരണം നടത്തിയിട്ട്, മുസ്ലിം ലീഗിൻ്റെ ആധുനിക കാലത്തെ അവതാര ഉദ്ദേശം തന്നെ അതിനാണ് എന്നിങ്ങനെ ഗീർവാണ പ്രസംഗം നടത്തിയിട്ട് ലജ്ജയുടെ ഒരു കണികയുണ്ടെങ്കിൽ ഈ പണിക്ക് അവർ കൂട്ടുനിൽക്കരുതായിരുന്നു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അസം, കൽക്കത്ത മുഖ്യമന്ത്രിമാരുടെ, ബംഗാൾ മുഖ്യമന്ത്രിമാരുടെ ദിശയിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ് എന്ന് രാഷ്ട്രീയ ചുമരെഴുത്തുകൾ വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. വലിയൊരു ആരോപണമാണ് ഉയർത്തിയിരിക്കുന്നത്. LDF സർക്കാർ ഒപ്പിട്ട MOU നിയമവിരുദ്ധമാണ്, അല്ലെങ്കിൽ അത് ഏകപക്ഷീയമാണ് എന്ന് താങ്കൾ ഇപ്പോൾ പറഞ്ഞു. അത് ആ സമയം LDF സർക്കാർ പിണറായി വിജയൻ ഒപ്പിട്ട MOU അത് ഏകപക്ഷീയവും അതിൽ തന്നെ നിയമവിരുദ്ധമാണ്. കോടതിയിൽ പോയാൽ അത് റദ്ദാക്കപ്പെടും. എന്തുകൊണ്ട് LDF കോടതിയിൽ പോയില്ല? അതായത് ഈ കരാറുകൾ ഒപ്പിടുന്നത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള കരാറുകൾ ഒപ്പിടുന്നത് പ്രസിഡന്റും ഗവർണറും തമ്മിലാണ്. നമ്മൾ മറ്റ് പേരുകളൊന്നും അതിലേക്ക് വലിച്ചെടുക്കേണ്ടതില്ല. ഞാൻ പറയുന്നത് ആ MOU, പഴയ MOU നമ്മൾ കൃത്യമായി എടുത്ത് വായിച്ചു നോക്കിയാൽ, ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. അതിൻ്റെ 25-ാം ഖണ്ഡിക പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസിക്ക് മാത്രമേ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ അവകാശമുള്ളൂ എന്നുള്ളതാണ്. അത് ഏകപക്ഷീയമായൊരു ക്ലോസാണ്. ആ ക്ലോസ് നിയമവിരുദ്ധമാണ്. കാരണം അങ്ങനെ രണ്ട് കൂട്ടർ ഒപ്പിടുന്ന ഒരു കരാറിൽ നിന്ന് ഒരു കൂട്ടർക്ക് മാത്രം മുൻകൂട്ടി കത്ത് നൽകി നോട്ടീസ് നൽകി മാറുക എന്ന് പറയുന്നത് അതിനകത്ത് എഴുതി വെക്കാൻ കൊള്ളാം, പക്ഷേ അത് നിയമപരമായിട്ട് നിലനിൽക്കില്ല എന്നതാണ്. മാത്രമല്ല, എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ ഡൽഹി കോടതിയിൽ അത് പോകാൻ പറ്റുമെന്നും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അന്നത്തെ MOU എന്ന് പറയുന്നതിനകത്ത് പ്രയാസമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് അത് നമ്മൾ കത്ത് കൊടുത്ത് അവസാനിപ്പിച്ചത്. അതിനുശേഷം ഇത്രയും കാലമായല്ലോ. ഞാൻ ചോദിക്കുന്നത്, ആ MOU എന്ന് പറയുന്നതിന് ശേഷം ഇത്ര മാസമായിട്ടും വല്ല പ്രശ്നം ഉണ്ടായോ? കേന്ദ്രം എന്തെങ്കിലും കേരളത്തോട് ഇൻസിസ്റ്റ് ചെയ്തോ? ഇല്ലല്ലോ. പിന്നെ SSA ഫണ്ടൊന്നും കിട്ടില്ല എന്ന് എവിടെ എഴുതി വച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പറയാവുന്ന കാര്യത്തിനകത്ത് ഇപ്പോൾ പഴയ കാര്യങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ജാള്യത മറക്കാനാണ്, UDFനെ വെള്ളപൂശാനാണ്. കേരളം ഇത് കൃത്യമായി തിരിച്ചറിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. MOUവിൽ നിന്ന് പിന്മാറാനുള്ള വ്യവസ്ഥ ഞാൻ പറയുന്നത്, വ്യവസ്ഥമല്ല, MOUവിനകത്ത് ഉള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലോസ് നമ്പർ 25 എന്ന് പറയുന്നത് ഏകപക്ഷീയമാണ്. ഒരു കരാറുണ്ടാക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു കരാർ ഉണ്ടാക്കാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ രണ്ടുപേര് തമ്മിലൊരു കരാറുണ്ടാക്കിയിട്ട് കോടതിയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നിൽക്കില്ല. അത് നിയമത്തിലൊരു സാമാന്യ തത്വമാണ്. അതേപോലെ
പഴയ MOയിനകത്തുള്ള ക്ലോസ് നമ്പർ 25 എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസിക്ക് മാത്രം അമിതാധികാരം കൊടുക്കുന്ന ഒന്നായിരുന്നു. അതതിൻ്റെ ഒരു ലൂപ്പ് ഹോളാണ്. പക്ഷേ ആ വിഷയം ഉദിക്കുന്നില്ല. കാരണം ഒപ്പിട്ടു എന്നറിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം തന്നെ അത് റദ്ദാക്കാനുള്ള കത്ത് കൊടുത്തു കഴിഞ്ഞു. പിന്മാറാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചുള്ള കത്ത് കൊടുത്തു കഴിഞ്ഞു. പിന്നെ മാത്രമല്ല, ഉത്തരത്തിൽ നിന്ന് വ്യക്തമാണ് അതിനുശേഷം ഇതിൻ്റെ ഒരു ചലഞ്ചിങ് മോഡ് എന്നാണ് അവരുടെ ടേം, അത് മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ വ്യക്തമാണത്. കേരളത്തിലാകെ 1047 സ്കൂളുകളിൽ മാത്രമേ PMC ഉള്ളൂ. അത് ജവഹർ നവോദയ വിദ്യാലയങ്ങളും അതുപോലെ കേന്ദ്രീയ വിദ്യാലയങ്ങളുമാണ്. ബാക്കിയുള്ളിടത്ത് ഇല്ല. അപ്പം ഇപ്പം ഇതുവരെ ഇല്ലാത്തൊരു കാര്യം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. 8 മാസം മാത്രമാണ് ബാക്കി. അതിനിടയിൽ ഈ ചെറിയ ഒരു ചില്ലറ വെള്ളി കാശിന് വേണ്ടിയിട്ട് ഈ പരിപാടിക്ക് നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇതിനേക്കാൾ കൂടുതൽ തുക UDFൻ്റെ ആ മറ്റേ കോൺഗ്രസിൻ്റെ വയനാട് ഫണ്ടിലെങ്കിലും കിട്ടുമായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ.